നമസ്കാരം, സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വയ്യാവേലിയിലേക്ക് സ്വാഗതം. ചിരിക്കാനും ചിന്തിക്കാനും അതോടൊപ്പം തന്നെ പ്രേക്ഷകരായ നിങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള രസകരമായ ചോദ്യോത്തര പരിപാടി ഞാൻ എത്തുകയാണ് വയ്യാവേലിയിലൂടെ. വെറൈറ്റി റോഡ് ഷോ പ്രോഗ്രാമിൻ ചാനൽ 2 താമരശ്ശേരിയുടെ സ്വന്തം പ്രാദേശിക ചാനൽ. ഇന്ന് ഈ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് താമരശ്ശേരിയിലാണ്. താമരശ്ശേരി പുതിയ സ്റ്റാൻഡിന് സമീപത്തുള്ള ബഡാ ബസാറിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഓണത്തിന് സ്പെഷ്യൽ ഓഫറുകളുണ്ട് ബഡാ ബസാറിൽ. അപ്പോൾ എന്തൊക്കെ ഓഫറുകളാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും നോക്കണം. എന്തായാലും ശരി, നമുക്ക് ഈ ഒരു ബഡാ ബസാറിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ചോദിച്ചു പോവാം. ഇതാണ് താമരശ്ശേരി ബഡാ ബസാറിൻ്റെ ഉള്ളിലുള്ള ഒരു ലോകം. ഒരുപാട് ഓഫറുകൾ ഓണത്തിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക്, നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ബഡാ ബസാർ ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ഓഫറുകൾ ഉണ്ടെന്ന് നമുക്ക് ഇവിടുത്തെ ചേച്ചിമാരോട് ചോദിച്ചു നോക്കാം. കാരണം അവരാണ് സെയിൽസിൽ കൂടുതലായിട്ട് ഇവരെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നത്. കാണുന്ന സാധനങ്ങളിലൊക്കെ ഓഫറുകളുണ്ട്. നമുക്ക് ഈ ഓഫറുകൾ, ഈ പ്ലാസ്റ്റിക് സ്റ്റൂളിന് ഉള്ള ഓഫറുകൾ, അതേപോലെ ബക്കറ്റ് മോപ്പിനുള്ള ഓഫറുകളുണ്ട്, ഡബിൾ മുണ്ടിനുള്ള ഓഫറുകളുണ്ട്. ഏതായാലും ഒരു ചേച്ചി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യും. സാറിലെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ചേച്ചി നമ്മളോടൊപ്പം ഉണ്ട്. പേരെന്താ? സ്മിത. സ്മിത ചേച്ചി ഇവിടെ ജോലി തുടങ്ങിയിട്ട് കുറേ 8 വർഷം കഴിഞ്ഞു, 9ാമത്തെ വർഷമാണ്. ഈ ഒരു സമയങ്ങളിലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവും അല്ലേ? ഓണത്തിന് ഒരുപാട് ഓഫറുകൾ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഓഫറുകളുടെ ചെറിയൊരു ചുരുക്കം പറയാം, ബാക്കി ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു. 65 മുണ്ടിന് 65 രൂപ കേട്ടല്ലോ. മുണ്ടിന് 65 രൂപ, 69 രൂപ മുണ്ടിന്. പ്രത്യേകിച്ച് പറയണമെന്ന് വെച്ചാൽ, ഈ നമ്മൾ സാധാരണ ഒരു കസ്റ്റമറോടൊക്കെ പറയുമ്പോൾ ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ഇരിക്കുന്ന സമയത്ത് ഈ പഞ്ചായത്തിലെ അരി മുഴുവൻ പെറുക്കിയെടുക്കും അല്ലേ? സ്മിതേജ് ബാക്കി പറയും, എന്തൊക്കെയാണ് ഓഫർ ബാക്കി? പിന്നെ 99 രൂപയ്ക്ക് ഒരു ട്രേയും ഒരു മഗും. 99 രൂപയ്ക്ക് ഒരു ട്രേ. അതിനകത്ത് ബക്കറ്റ് ഉണ്ടോ? ബക്കറ്റ് ഉണ്ട്, പിന്നെ മഗ്ഗുണ്ട്, പിന്നെ ഒരു ട്രേ ഉണ്ട്. ഒരു ബെഡ്ഷീറ്റ് 149 രൂപ. ബെഡ്ഷീറ്റ് 149 ഉള്ളൂ. ഫാമിലി കോട്ട് 6 ഫാമിലി കോട്ടിന് 149 രൂപ. 99 രൂപേന്റെ ബെഡ്ഷീറ്റ് ഉണ്ട്. സിംഗിൾ ബെഡ്ഷീറ്റ്. എന്റെ പേര് സത്യഭാമ. ഈ ചേച്ചിയുടെ പേര് ടീച്ചറാ? പേര് പറഞ്ഞു. ശിവാമണി. ഏത് സ്കൂളാണ്? സ്കൂളല്ല, അംഗനവാടി ടീച്ചർ. എവിടെയാണ് അംഗനവാടി ടീച്ചർ? കട്ടിപ്പാറ. എന്താ ചെയ്യുന്നത്? ഞാന് ഹൗസ് വൈഫാണ്. പിന്നെ കുറെ പരിപാടി, സാമൂഹ്യ പ്രവർത്തനം ഉണ്ട്. ബഡാ ബസാറിൽ എപ്പോഴും വരാറുണ്ട്. ഇവിടെയാണ് എനിക്ക് തോന്നുന്ന ഒരു സേഫ് ആൻഡ് കംഫർട്ട് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ സാധനം കിട്ടാറുണ്ട്. ഈ ആഴ്ച ചിലപ്പോൾ 2 പ്രാവശ്യം വന്നു. ഓണത്തിന്റെ ഓഫറുകളൊക്കെ ഓഫർ നാളെ ഒരു എന്റെ ഫ്രണ്ട്സിന്റെ വരെ കൂടുതലാണ്. അന്നപ്പോ കുറച്ച് സാധനം മേടിക്കാൻ കേട്ടോ. നമ്മുടെ പ്രേക്ഷകർ കേട്ടോ, ഫ്രണ്ട്സിന്റെ വീട്ടിലേക്കുള്ള എന്താ പറയാ ഗൃഹപ്രവേശം നടക്കുമ്പോൾ ചേച്ചി ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നു. കാരണം എന്താ വെച്ചാൽ നല്ല ബെസ്റ്റ് ആൻഡ് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടില്ലേ. ഞാനൊരു ചോദ്യം ചോദിക്കും, അതിനൊരു ചെറിയ ഉത്തരം പറയുകയാണെങ്കിൽ ഒരു സമ്മാനം ബഡാ ബസാർ നൽകുന്ന സമ്മാനമാണ്. അപ്പൊ ചോദ്യം ഇതാണ്. ആദ്യത്തെ ചോദ്യം ചേച്ചിനോട്, ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ആദ്യത്തെ ചോദ്യം ചേച്ചിനോടാണ്. ചോദ്യം ഇതാണ്, മുന്നിൽ തുളയുള്ള സൂചി ഏതാണ്? മുന്നിൽ തുളയുള്ള സൂചി. ചാക്ക സൂചിയാണോ? മുന്നിൽ തുളയുള്ള സൂചി ചാക്ക സൂചിയാണെന്ന് പറയുന്നു. ചേച്ചി ഇങ്ങനെ ആലോചനയിലേക്ക് വന്നു തുടങ്ങി. ചേച്ചി പാത്രം സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുമായിരിക്കും. ശരിയായിട്ടുള്ള ഉത്തരമല്ല, ആര് പറയും നോക്കാം. ഓക്കെ, ഒരാളിങ്ങനെ എന്താ സന്തോഷത്തോട് കൂടി എന്താ വിശേഷം പറഞ്ഞു? നല്ല വിശേഷം. ഞാൻ സ്ഥിരമായിട്ട് വരുന്നതാണ്. സ്ഥിരമില്ല, 2 ആഴ്ച മുമ്പ് വരുന്നതാണ്. അല്ല, എന്നാലും ബഡാ ബസാറിന്റെ വലിയൊരു എന്താ പറയാ കസ്റ്റമർ ആണല്ലോ. അതെ. ബഡാ ബസാറിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം എന്താ വെച്ചാൽ, എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയത് എന്താ വെച്ചാൽ, ഞാനും ഇവിടുത്തെ ഒരു കസ്റ്റമറാണ്. നമ്മള് വീട്ടിലൊരു ഫാമിലിയിൽ ഇപ്പൊ ചേച്ചിമാരായാലും ശരി, അതിന്റെ ഓണേഴ്സ് ആയാലും ശരി, ഒരു ഫാമിലിയിൽ വന്നിട്ട് നമ്മള് ഒരു കുടുംബത്തിലൊരു കടകളിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു സുഖം കിട്ടും. അതുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യുക. എവിടെയാ താമസിക്കുന്നത്? ഞാൻ കൊടുത്തല്ല, വെളിമണ്ണ പറയും. വെളിമണ്ണ. ഓക്കെ. പേര് പറഞ്ഞില്ല. ചന്ദ്രേട്ടൻ. എന്ത് ചെയ്യുന്നു ചന്ദ്രേട്ടൻ? ഞാൻ ഈ പടവിന്റെ ഒക്കെ പണിക്ക് പോകുന്നു. ചന്ദ്രേട്ടൻ, ഓണത്തിന് ഒരുപാട് ഓഫറുകളുണ്ട് ഇവിടെ അല്ലേ? അപ്പൊ ചേച്ചിമാരിങ്ങനെ പറഞ്ഞിട്ട് കുറെ പരസ്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ആരെ കൂടെ വന്ന ചന്ദ്രേട്ടന്റെ?
പെണ്ണുങ്ങളെ ഭാര്യ എവിടെ കണ്ടിട്ട്? ഓരങ്ങ് പോയി നിങ്ങളെ കണ്ട് തിരിച്ചു നിങ്ങളെ കണ്ടിട്ട് പേടിച്ചു പോയി. നിങ്ങൾ മതി തന്നെ പോയത്. ഒരു ചോദ്യം ചോദിക്കുന്നു, ഒരു ഉത്തരം പറയുന്നു. ചന്ദ്രേട്ടൻ ഒരു മനോഹരമായ സമ്മാനം തരുന്നു. ആ ചോദ്യം രസകരമായിട്ടുള്ള ചോദ്യം, ശ്രദ്ധിച്ചു കേട്ടോ. മുന്നിൽ തുളയുള്ള സൂചി ഏതാണ്? മുന്നിൽ തുളയുള്ള സൂചി. കുസൃതി ചോദ്യമാണ്, പക്ഷെ ഒരു നല്ല ചോദ്യമാണ്. അങ്ങനെ ഒരു സൂചി ഉണ്ട്. ഏതായിരിക്കും ആ സൂചി? ചെരുപ്പ് തുന്നുന്ന സൂചിക്ക് സൈഡിലൂടെയാണ് ഓട്ടയുള്ളത്. ഫ്രണ്ടിലെ ഇത് മുന്നിലാണ് തുള. ചന്ദ്രേട്ടൻ പാസ് ചോദിച്ചു നോക്കാം. വൈഫ് അവിടെ ഉണ്ട് നല്ല പറഞ്ഞു. പോയി ചോദിച്ചു, കിട്ടുകയാണെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവും. ഒരു സമ്മാനം തരും. മുന്നിൽ തുളയുള്ള തയ്യൽ സൂചി ശരിയായിട്ടുള്ള ഉത്തരവല്ല. ഇനി എനിക്കറിയൂല. പേര് പറഞ്ഞു. രവീണ. രവീണ അമ്മയാണ്. അമ്മ അച്ഛന്. ഒന്ന് പേര് പറഞ്ഞു. വിമല. അച്ഛൻ്റെ രവി. രവിയേട്ടൻ എന്താ ചെയ്യണേ? എവിടെ? 22. ഒന്നും കൂടെ അടുത്തേക്ക് വാ, ഒന്ന് സ്നേഹിക്കട്ടെ നിങ്ങളെ. 22-ലാണ്. അതെ. ഓണം ഓഫറായിട്ട് വന്നതാണോ? അതെ. ഓഫറുകളൊക്കെ മനസ്സിലായി. ഓരോരുത്തരോട് ചോദിക്കുന്നുണ്ട്. എന്ത് ചെയ്യുന്നു? പഠിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ ഹൗസ് വൈഫ്. ആ, ഹൗസ് വൈഫ് ആണല്ലേ? ശരി. അപ്പൊ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? 12 മണിക്ക്. 12 മണിക്ക്. അപ്പൊ ചോദ്യം കേട്ട് കാണുന്നതായിരിക്കും. മുന്നിൽ തുളയുള്ള സൂചി. അറിയൂല. നിങ്ങളെ പെണ്ണുങ്ങളാണ് ശരിക്കും പറയാനേ പെട്ടെന്ന് മനസ്സിലാകണ്ടേ. എന്നാലും റിവേട്ടിന് എവിടേക്കോ മെഷീൻ സൂചിയാണോ? ആണോ? നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാമല്ല, മെഷീൻ സൂചിയല്ല. ശരിയായിട്ടുള്ള ഉത്തരം ആരും പറയുന്ന നോക്കാം. നമുക്കിങ്ങനെ ചോദിച്ചു പോവാം. പേരെന്ന് പറഞ്ഞു. പ്രജിൻ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എന്താ മേടിച്ചേ? ഗിഫ്റ്റ് ആർക്കാ? ഇത് നമ്മള് ചെറിയൊരു കുഞ്ഞാവയ്ക്ക്. അതെ. ബർത്ത്ഡേ ആണോ? ബർത്ത്ഡേ അല്ല, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വിചാരിച്ചു. പേര് പറയൂ. എന്റെ പ്രേക്ഷകരൊന്ന് കാണട്ടെ. എന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്കാം. എവിടെ? കൽപ്പറ്റ, വയനാട്. വയനാട്ടിൽ പഠിക്കുന്നുണ്ടോ? ജോലി? അല്ല, ഞാൻ ഇവിടെ വർക്കിംഗ്. ഞാൻ അവിടെ ബസ് പോലെ ബസ്സിൽ. അപ്പോ ഒരു ചോദ്യം, ഒരു ഉത്തരം പറയുകയാണെങ്കിൽ ബെഡാ ബസാർ നൽകുന്ന സമ്മാനം. ചോദ്യം ഇതാണ്: മുന്നിൽ തുളയുള്ള സൂചി ഏതാണ്? മെഷീൻ സൂചി. അറിയാം? ഇല്ല. ഇവരൊക്കെ നല്ല തിരക്കിലാട്ടോ. കാരണം എന്താ വെച്ചാൽ ഓണത്തിന്റെ ഓഫറുകളിൽ ഒരുപാട് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ എപ്പോഴും തയ്യാറായി. ഇല്ല. ഫസ്റ്റ് ഓക്കെ. ആര് ചോദ്യത്തിന് ഉത്തരം നൽകും നോക്കാം. ലുലു. ഇവിടെ അവസരത്തിൽ വരാറുണ്ട് ഇടയ്ക്കും ഒക്കെ ആയിട്ട്. ഓഫറുകൾ ഉണ്ടെന്ന് തോന്നുന്നു ഓണത്തിന്. അതൊക്കെ മനസ്സിലായി. അപ്പൊ അത് എടുക്കാൻ വേണ്ടി വന്നു അല്ലേ? ഒരു ചോദ്യം ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം. ചോദ്യം ഇതാണ്: മുന്നിൽ തുളയുള്ള സൂചി ഏതാണ്? നല്ലൊരു സമ്മാനം തരും. മുന്നിൽ തുളയുള്ള സൂചി. അതെ, ശരി. ചോദ്യം ഏതാണ്? അതുവരെ ഭയങ്കര ഡിമാൻഡാക്കി പോയ ആളാ ലുലു. ഒരു കാര്യം ചോദിക്കട്ടെ, ഇദ്ദേഹത്തിന്റെ പേരൊന്ന് പറയാം. നാദിറ. അതെ, കേട്ടില്ലേ? ചോദ്യത്തിന്റെ ഉത്തരം ഇദ്ദേഹം പറഞ്ഞ സമ്മാനം കൊടുക്കും. അപ്പോൾ അയ്യോ വേണ്ടായിരുന്നൊന്നും പറയരുത്. സൂചി. മുന്നിൽ തുളയുള്ള സൂചി. ആ ചേച്ചി പറയുന്നു. മെഷീന്റെ സൂചി. ശരി ഉത്തരമല്ല. നമസ്കാരം. ഇല്ല, നമസ്കാരം ഇല്ല. പുള്ളിക്കാരൻ ഞങ്ങളെ ബെഡാ ബസാറിന്റെ പോലീസുകാരി കേട്ടോ. അങ്ങനെയാണോ പറയല്? അങ്ങനെ പറയല്. പേര് പറയും. പേര് ജയശ്രീ. ജയശ്രീ ചേച്ചി പൊതുവെ അറിയപ്പെടുന്നത് നമ്മളെ ബെഡാ ബസാറിന്റെ പോലീസ് എന്നുള്ളതാണ്. അതെന്താ അങ്ങനെ പറയുന്നത്? സൈനി സാറായിരിക്കും കൂടുതൽ പറയുന്നത്. പോലീസ്. ഇവിടെ പോലീസ് വന്നില്ലേ എന്ന് നോക്കിയില്ലേ? ഒരു ലീവായ പുള്ളിക്കാരന് ഭയങ്കര സങ്കടം. അപ്പൊ ഒരുപാട് ഓഫർ ഉണ്ട്. സ്മിതേച്ചി നേരത്തെ പറഞ്ഞു തന്നു. ഇനി ഈ പോലീസുകാർ ഒന്ന് പറഞ്ഞു തരണം എന്തൊക്കെയാ. ഒരു ചൂലിന്റെ കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് ഏകദേശം എന്റെ ഓർമ്മയിൽ 130-170 രൂപ വരുന്ന ചൂലുകൾ ആണ് മേടിക്കാറ്. ഇപ്പൊ അതിന്റെ ഓഫർ എത്രയാണ്? 49 രൂപ കേട്ടോ. 49 രൂപയ്ക്ക്, വെറും 49 രൂപയ്ക്ക് ഒരു ചൂലാണ്. ഇനി ഓഫർ ഇങ്ങനെയുള്ള ഓഫറുകളൊക്കെ പറയണ്ടേ? ഇതൊക്കെ പറഞ്ഞു. ഞങ്ങള് ഈ ചുരിദാർ ടോപ്പുകളൊക്കെ 99 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കണ്ടോ ചേച്ചി പറഞ്ഞ എന്താ വെച്ചാല് 400 സംതിങ് റുപ്പീസിന്റെ ഈ കാര്യങ്ങള് 99 രൂപ. ചന്ദ്രേട്ടൻ സിറിഞ്ച് സൂചി. എന്ത്? സിറിഞ്ച്. അയ്യോ, ഉറപ്പാ? അതെ, ഉറപ്പ്. ഞാൻ മനസ്സിൽ ഇങ്ങനെ ഓർത്ത് വന്നു. ഞാൻ അതിലൊക്കെ കറങ്ങി. എവിടെ പോയിട്ട് ഓർത്ത്? വൈഫിനോട് പോയി ചോദിക്കുന്നത്. മുന്നിൽ തുളയുള്ള സൂചി സിറിഞ്ചിന്റെ സൂചിയാണ്.
അപ്പൊ ആ സാധാരണ ചാക്ക് തുന്നുന്ന സൂചി എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ സൈഡിൽ കൂടെ മെഷീൻ സൂചി സൈഡിലാണ്. പക്ഷെ സിറിഞ്ചാണ് ശരി ഉത്തരം. ചന്ദ്രേട്ടന് നല്ലൊരു സമ്മാനം ഉണ്ട് ബഡാബസാറിന്. അങ്ങനെ ചന്ദ്രേട്ടൻ നമ്മളെ കൂടത്തായിന്ന് എവിടെയായിരുന്നു, വെളിമണ്ണ ഇവിടെ എപ്പോഴും പർച്ചേസ് ചെയ്യാൻ വരുന്ന ഒരാളാണ്. മുന്നിൽ തുളയുള്ള സൂചി സിറിഞ്ചിന്റെ സൂചിയാണ് എന്ന് ശരി ഉത്തരം പറഞ്ഞ ചന്ദ്രേട്ടന് ബഡാബസാറിന് നല്ലൊരു സമ്മാനം. ബഡാബസാറിന് സമ്മാനം നൽകുന്നത് സൈനു സാറാണ്. സൈനു സാർ ബഡാബസാറിന്റെ ഓൾ ഇൻ ചാർജ് പുള്ളിയാണ് ഇതിന്റെ മാനേജ്മെന്റിന്റെ ഭാഗം. തീർച്ചയായിട്ടും സന്തോഷമായ. നീ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പറയണം ബഡാബസാർ ഞങ്ങൾക്ക് സമ്മാനം നൽകിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബഡാബസാറിന്റെ ഉള്ളിലേക്ക് കുറച്ചും കൂടി വിശാലമായിട്ടുള്ളൊരു ഷോറൂമാണ് ശരിക്കും. നമ്മൾ ഇതിന്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്നു. പിന്നെ ഇത് കിഡ്സിന്റെ സെക്ഷനാണ് കേട്ടോ, കിഡ്സിന്റെ സെക്ഷനാണ്. ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടം പുതിയ ഉടുപ്പുകൾ, കുഞ്ഞുടുപ്പുകൾ, കുട്ടികൾക്കാണെങ്കിൽ കുഞ്ഞുടുപ്പുകൾ, വലിയ ആൾക്കാരാണ് ഷർട്ട്, മുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ സ്ത്രീകൾക്കാണെങ്കിൽ വേഷ്ടി മുണ്ടും, അതേപോലെ തന്നെ സെറ്റ് സാരി, ഇതൊക്കെയാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളും ഇഷ്ടവും. ഓണത്തിന് നല്ല പുതിയ ഡ്രസ്സ് എടുത്ത് പുറത്തേക്ക് പോവുക എന്നുള്ളതാണ്. ഇത് കിഡ്സിന്റെ കുഞ്ഞു ഉടുപ്പുകളുടെ ഒരു സെക്ഷനാണ്. അതായത് വീട്ടിലെടുക്കാനുള്ള, പിന്നെ അതേപോലെ തന്നെ പുറത്തു പോകുമ്പോൾ ഇടാനുള്ള ചെറിയ ഷോർട്സ് ആൻഡ് കുഞ്ഞുടുപ്പുകളുടെ സെക്ഷൻ. അത് ലേഡി സൂപ്പർ സ്റ്റാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. പറയൂ പേര്. സുജിഷ. തിരക്ക് ഈ ഒരു വൈകുന്നേരങ്ങളിലാണെന്ന് അറിയാം. നല്ല സമയം, തിരക്ക് ഉള്ള ഒരു സമയമാണെന്നറിയാം. ആ സമയത്തും ചെറുങ്ങനെ ഒന്ന് ബുദ്ധിമുട്ടിക്കുന്നു. ഈ ഒരു സെക്ഷനിലാണ് കൂടുതൽ അമ്മമാർ വരുന്നത് അല്ലേ? പെൺകുട്ടികളുടെ കുഞ്ഞുടുപ്പുകൾ, പിന്നെ അതേപോലെ തന്നെ ആൺകുട്ടികളുടെ, പിന്നെ വീട്ടിലിടാനുള്ള. എന്തുകൊണ്ടായിരിക്കാം ലേഡി സൂപ്പർ സ്റ്റാറിനെ ഈ ഭാഗത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടാവുക? ഏത് ഈ സെക്ഷനാണ് ഇഷ്ടം? അതാണ് ഇഷ്ടം. ഞാനിവിടെ ഒതുങ്ങി കോളാന്ന് പറയുമ്പോൾ ഈ സെക്ഷൻ ഏറ്റവും കൂടുതൽ തിരക്കാ അല്ലേ? അപ്പൊ എനിക്ക് പരിചയപ്പെടുത്തുന്നത് കുഞ്ഞുടുപ്പുകൾക്കൊക്കെ നല്ല വിലയാണോ, എന്താണ് ഇപ്പോഴത്തെ ഓണത്തിന് ഓഫറുകൾ ഉണ്ടോ? 99 മുതൽ സ്റ്റാർട്ടിങ് ഓഫർ കേട്ടോ. കുട്ടികളുടെ ഉടുപ്പുകൾക്ക് 99 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. അതിൽ എത്ര രൂപ വരെ പോകും? 390, 445, 590. അതായത് നമ്മൾ ഒരു കടയിൽ പോയിട്ട് ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ തുടക്കം ഒരു 500 സംതിങ്ങിലേക്കാണ് തുടക്കം തന്നെ ഉണ്ടാവുന്നത്. പക്ഷെ ഇവിടെ 99 രൂപ മുതൽ 600 രൂപേൻ്റെ താഴെ വരെ പിന്നെ മാത്രമേ ഡ്രസ്സുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് ഡ്രസ്സ് ഇല്ല എന്നല്ല, ഡ്രസ്സിൻ്റെ സെലക്ഷൻ ഇല്ല എന്നല്ല, പക്ഷേ നമ്മുടെ സാധാരണക്കാരെ കണ്ട് മനസ്സിലാക്കി ആണ് ബഡാബസാർ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് അല്ലേ? ശരിയല്ലേ? അപ്പൊ അവരാദ്യം അമ്മമാരാദ്യം വന്നിട്ട് 99-ലാണ് തുടങ്ങുന്നത്, അതോ 600-ന്റെ മുകളിലേക്കുള്ള ഡ്രസ്സുകളാണ്? 99. അതിൽ തന്നെ മനോഹരമായിട്ടുള്ള കളക്ഷൻസും സെലക്ഷൻസും ഒക്കെ ഉള്ളതുകൊണ്ട് അവർ അതിൽ തൃപ്തിപ്പെട്ടു പോകും അല്ലേ? ഏതായാലും ജോയിൻ ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒന്ന് കറങ്ങട്ടെ. ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് ഇവര് ഒരു ദൈവമാണ്. കാരണം ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ആദ്യം അവരുടെ എന്താ പറയുക, പെർഫോമ എന്ന് പറയുന്ന സംഭവം, അതായത് അവരുടെ ആദ്യത്തെ മനസ്സിലുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കസ്റ്റമർ ഇസ് എ ഗോഡ് എന്ന് പറയുന്നു. ഇവരൊക്കെ അവരുടെ ദൈവങ്ങളാണെന്ന് പറയാം സത്യത്തിലേ. ശരി, ഇത് എനിക്ക് തോന്നുന്നു ചുരിദാറിന്റെ സെക്ഷൻ അല്ലേ സുരേച്ചി? അല്ല, അവിടെ ഇതൊക്കെ ചുരിദാർ സെക്ഷൻ അല്ലേ? നമ്മളെ പേര് പരിചയപ്പെടാം. ഫാത്തിമ ഹയ. രണ്ടുപേരും എന്താ ചെയ്യുന്നത്? ബിഫാം കഴിഞ്ഞു. എവിടെ? പുളിക്കൽ. എവിടെയാണ് താമസിക്കുന്നത്? ബാലുശ്ശേരി. ബാലുശ്ശേരി. ഇദ്ദേഹം ബാലുശ്ശേരി തന്നെ? അല്ല, ഞാൻ വടകര. ഓക്കെ. അപ്പൊ ബാലുശ്ശേരിയിൽ നിന്ന് ഇവിടെ വരുന്നു. ഇവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക അല്ലേ? വരുമ്പോ വാങ്ങാറുണ്ട്. പിന്നെ ഇനിയിപ്പം തിരിച്ച് ബാലുശ്ശേരിക്ക്. ഓണവിശേഷങ്ങൾ ദിവസങ്ങളിൽ ആരെങ്കിലും വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? ഓണം സദ്യകൾ ഒരുക്കാനാണ് ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ടുണ്ട്. കോളേജ് ഇപ്പൊ ഉണ്ടോ? അപ്പൊ അതോ കഴിഞ്ഞു? അപ്പൊ ഓണസദ്യ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ഇപ്രാവശ്യം ഇല്ല. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, ഒരു ഉത്തരം പറയുകയാണെങ്കിൽ ബഡാബസാറിന് മനോഹരമായിട്ടുള്ള സമ്മാനം തരും അല്ലെ സുരേഷ്? സമ്മാനം തരുമോ? അപ്പൊ ഒരാൾക്ക് ഞാൻ കൊടുത്തു. ചോദ്യം ഇതാണ്, പിന്നെ അപ്പം കഴിക്കാറില്ലേ? വീട്ടിലൊക്കെ ഉണ്ടാക്കണം, ഇഷ്ടമാണോ? അപ്പം ഉണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഒരു പ്രശ്നം, അപ്പത്തിന് ചേരും, പക്ഷെ ഈ ഒരു സാധനം അടക്കി ചേരില്ല. എന്തായിരിക്കും ഈ സാധനം? അപ്പത്തിന് ചേരും, മനസ്സിലായോ? പക്ഷെ ഈ ഒരു സാധനം അടക്കി ചേരില്ല. അതെന്ത് സാധനമായിരിക്കും? അത് ഞാൻ പറയില്ല. ആഡ് ചെയ്യുന്ന സാധനം അല്ല. അപ്പത്തിന് ചേരും, എന്നെ നോക്കി പറഞ്ഞോട്ടോ.
അപ്പത്തിന് ചേരും, പക്ഷേ ഇത് അടക്കി ചേരില്ല. നോക്കി പറഞ്ഞ പോലെ ഇയാളെ കണ്ണ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. എവിടെ നോക്കി പറഞ്ഞാലേ ഇതാ അല്ലേ? ശരി, ഈ ചോദ്യം നല്ല ചോദ്യമല്ലേ? അപ്പം ഇഷ്ടമാണ്, ഇതൊക്കെ അപ്പം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഉള്ള പ്രശ്നം എന്താ വെച്ചാല് ഈ ഒരു കാര്യത്തിലൊരു പ്രശ്നം, അപ്പത്തിന് ചേരും പക്ഷെ ഈ സാധനം അടക്കി ചേരില്ല. അപ്പം ആലോചിക്കും, ബാലുശ്ശേരി എത്തുമ്പോൾ ചിലപ്പോൾ ഉത്തരം കിട്ടിയായിരിക്കും. എനിക്ക് പരിചയപ്പെട്ടില്ല, സന്തോഷം. താങ്ക് യു. നമ്മൾ പരിചയമുണ്ട്. എങ്ങനെ പരിചയം? പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, ഓടിയില്ല. എവിടെയാ താമസിക്കുന്നത്? ഞാൻ മൈക്കാവ്. ഏത് ഭാഗത്താ? എനിക്ക് കറക്റ്റ് ആയിട്ട് സ്പേസ് സ്ഥലം ആ സൈഡിലോട്ടോ. മൈക്കാവ് പള്ളിയുടെ അടുത്താ? മൈക്കാവ് പള്ളിയുടെ അടുത്ത്. ഓക്കെ, ശരി. ഞാനും മൈക്കാവുകാരനാണ്, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. ബഡാ ബസാറിൽ എപ്പോഴും വരാറുണ്ടോ? ഇല്ല, എപ്പോഴെങ്കിലൊക്കെ വരും. ഇന്നെന്താ പർച്ചേസ് ചെയ്തത്? ഒന്നുമില്ല, ജസ്റ്റ് ഒരു ക്ലിപ്പ് മാത്രം. ഓഫർ ഉണ്ടായിരുന്നു? ഓഫർ ചിലതിന് മാത്രം അല്ലേ? ഇന്നത്തേലും ഓഫർ എടുത്തില്ല? ശരി, ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം. ചോദ്യം ഇതാണ്: അപ്പത്തിന് ചേരും പക്ഷെ അടക്കി ചേരില്ല. അപ്പം കഴിക്കാറില്ലേ? അപ്പത്തിന് ഈ സാധനം ചേരും പക്ഷെ ഒരിക്കലും അടക്കി ചേരില്ല. എന്തായിരിക്കും ഈ സാധനം? എള്ളാണോ? എള്ള്. ഉപ്പാണോ? ഉപ്പല്ല, അറിയില്ല. ഹൃദയ സന്തോഷം, പരിചയപ്പെട്ടില്ലേ? വീണ്ടും കാണാം. ഓക്കെ, ഇനി എന്റെ ഷൈനെ ഞാൻ പിടിക്കട്ടെ. എന്തുണ്ട്? എന്നെ തന്നെ പിടിക്കണേ. എന്തൊക്കെയാ വിശേഷം? അല്ല, അങ്ങോട്ട് വാ. ഷൈൻ എൻ്റെ ഒരു സുഹൃത്താണ്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉള്ള സമയങ്ങളിൽ ഇവര് രണ്ടുപേരും കൂടി എന്റെ ബഡാബസാറിൽ വന്ന് ഓഫർ കിട്ടിയോ? ഓഫർ കുറച്ചൊക്കെ ഉണ്ട്. എടുത്ത് വാങ്ങി. എന്ന് വന്നു? ഞങ്ങൾ വന്നിട്ട് ഇപ്പൊ രണ്ടാഴ്ച. രണ്ടാളും കൂടി ഒന്നിച്ച് പോയി? നീ വന്നു കഴിഞ്ഞിട്ട് രണ്ടാമത് വന്നിട്ട് പിന്നെ വന്നു. ഓക്കെ, അപ്പൊ സുഖമായിരിക്കുന്നു. അവിടെ ഇപ്പൊ കാലാവസ്ഥ എന്താ? ചൂടാണ്. ഇവിടെ വരുമ്പോ പെരുമഴ. നീ അവിടുന്ന് ഇങ്ങോട്ട് പോലെ പിന്നെ തോന്നുന്നു ഇവിടെ ഭയങ്കര മഴ. ശരി, അപ്പൊ ചോദ്യം ഒരു ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനമുണ്ട്. ചോദ്യം ഇതാണ്: അപ്പം ഇഷ്ടല്ലേ? അതെ. കഴിക്കല്ലേ? അപ്പത്തിന് ചേരും പക്ഷെ ഇതൊരിക്കലും അടക്കി ചേരില്ല. അപ്പത്തിന് ചേരും, അടക്കി ചേരില്ല. അടക്കി കഴിക്കുന്ന അട. ശ്രദ്ധിച്ചോളൂ. അപ്പത്തിന് ചേരുന്നതാണ് പക്ഷെ ഇത് ഒരിക്കലും അടക്കി ചേരില്ല. എന്തായിരിക്കും സാധനം? അപ്പം അടാന്നൊക്കെ പറയുമ്പോ ഞാൻ കുറെ അപ്പം ഉണ്ടാക്കിയാ അറിയില്ല. അടക്കി ചേരില്ല. അറിയില്ല. ഏതായാലും സന്തോഷം ഷൈൻ. ബഡാ ബസാറിൽ വന്നതിൽ സന്തോഷമുണ്ട്. ഇനിയും കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറഞ്ഞതാ. ആരാ വരുന്നത്? ബ്രോ, നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുക. ഫുട്ബോൾ വാങ്ങിയോ? വാങ്ങണോ? ഇവിടെ ഉണ്ട് ഫുട്ബോള്. ഈ എന്താ കളിക്കല്? ഫുട്ബോളാണോ ക്രിക്കറ്റ്? ഫുട്ബോൾ ഭ്രാന്തരാ? ഫുട്ബോളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആളാരാ? റൊണാൾഡോന്റെ ഇഷ്ടം. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? എവിടെ പഠിക്കുന്നു? കൽപ്പറ്റയിലാണോ? അപ്പൊ ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു? എപ്പോ വന്ന്? അല്ല, ആരെ കൂടെ വന്നു? ഒറ്റയ്ക്ക് കൽപ്പറ്റന്ന് വന്നു? ഏട്ടനെവിടെ? ഏട്ടനുണ്ട്. ഏട്ടനും അനിയനും കൂടി കൽപ്പറ്റന്ന് എന്തിനാ അങ്ങോട്ട് പോന്നെ? ആരാ ഇവിടെ? നാട്ടിലാരാ ഉള്ളേ? അമ്മമ്മയുടെ പോയി. ഈശ്വര, എന്റെ മക്കൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നെഞ്ഞത്ത് കൂടി കുറെ നേരമായിട്ട് അങ്ങോട്ടും കൂടെ നടക്കാം. മക്കളെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം കൽപ്പറ്റന്ന് വരുന്ന മക്കൾക്ക് ഈ ഓണത്തിന് അമ്മമ്മ എന്തായിരിക്കും വാങ്ങിച്ചരാ? അമ്മമ്മേന്റെ അടുത്ത് നിന്ന് സമ്മാനം കിട്ടാൻ വേണ്ടി വന്നല്ലേടാ കള്ള? ചുമ്മാ അമ്മമ്മേനെ കാണാൻ വേണ്ടി വന്നല്ലേ? അപ്പൊ അമ്മ അങ്ങോട്ട് വരുമോ ഓണത്തിന്? ചിലപ്പോ വരുള്ളൂ. അതെന്താ? ലീവ് ഉണ്ടാവില്ല. അമ്മ എന്താ ജോലി ചെയ്യുന്നേ? ലോട്ടറി കളി. അച്ഛനോ? പെയിന്റിങ്. അപ്പൊ രണ്ടുപേർക്കും തിരക്കായിരിക്കും അല്ലേ? വരുമായിരിക്കും ചിലപ്പോ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം, ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം തരും കേട്ടോ. അമ്മമ്മക്ക് ഓടിക്കരുത് സമ്മാനം കിട്ടിയത്. വീട്ടില് അമ്മ അപ്പം ഉണ്ടാക്കി തരാറുണ്ട്, അട ഉണ്ടാക്കി തരാറുണ്ട്. എന്നാല് ഈ ഒരു സാധനം അപ്പത്തിന് ചേരും പക്ഷെ അടയ്ക്ക് ഒരിക്കലും ചേരില്ല. എന്തായിരിക്കും ഈ സാധനം? എന്താ പേര് പറഞ്ഞില്ല? ഇതാ ആലേക്കും ആര്യനും. അപ്പൊ അപ്പവും അടയൊക്കെ കഴിക്കാറുണ്ട് പക്ഷെ അപ്പത്തിന് ചേരുന്നുണ്ട് പക്ഷെ അടയ്ക്ക് ചേരുന്നില്ല. എന്തായിരിക്കും? അടിപൊളി. ഒരു നല്ല കയ്യടി കൊടുക്കണം കേട്ടോ. അപ്പത്തിന് ചേരും അടക്കി ചേരില്ല. ശരി ഉത്തരം ചുണ്ടാണ്. ചുണ്ട് കേട്ടോ. അതാണ് അപ്പം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ചുണ്ട് തമ്മിൽ ചേരുന്നുണ്ട്. അട എന്ന് പറയുമ്പോൾ ചുണ്ട് ചേരുന്നില്ല. അതാണ് ശരി ഉത്തരം. അത്രയും രസകരമായിട്ടുള്ള ഒരു ചോദ്യം
ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരം ഈ ചെറുത് പറഞ്ഞെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ എത്ര കാലം ചിന്തിച്ചു നോക്കണം. എവിടെ സമ്മാനം? ആര്യന്റെയും ആലേഖിന്റെ അമ്മാമ്മ, അതായത് അമ്മൂമ്മ എന്ന് പറയുന്നത് അമ്മയുടെ അമ്മ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അമ്മാമ്മേനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അദ്ദേഹം ഒരു സമ്മാനം അടിച്ചു പോയേക്കും. അപ്പൊ ആര്യ അപ്പത്തിന് ചേരും അടക്കി ചേരില്ല, അമ്മമ്മ വരും, നിങ്ങൾ കൂടെ വന്നാൽ മതി. ഇതാ ബഡാ ബസാറിന്റെ ഒരു ഓണം ഗിഫ്റ്റ് ആയിട്ട് സൈനുക്ക തരുന്നു, വാങ്ങിച്ചോ. ഒരു നല്ല കയ്യടി കൊടുക്കണേ. അടിപൊളി. ഓക്കെ, താങ്ക് യു. സന്തോഷമായില്ലേ? അമ്മമ്മയ്ക്ക് കൊടുക്കരുത്. ഇനി നമ്മൾ എന്ത് ചോദിച്ചാല് ഒരാളെയും കൂടി പരിചയപ്പെടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഓഫറുകളെ കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ പറയാം. നമ്മളോടൊപ്പം ഒരു ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കസ്റ്റമർ ഉണ്ട്. പേര് പറയും. മുഹമ്മദ്. എവിടെ താമസിക്കുന്നത്? താമസം ആവിലറ. ഇവിടെ ആയൂർ മദർ ആൻഡ് ബേബി കെയർ എന്ന സ്ഥാപനമുണ്ട്. അവിടേക്ക് സാധനത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് വാങ്ങിക്കും, മേടിക്കാറുണ്ട് അല്ലേ? ഇപ്പൊ വാങ്ങിയിട്ട് കുറെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വാങ്ങിക്കുക. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഓണത്തിന് കുറെ ഓഫറുകൾ, ബക്കറ്റിന്റെ ഓഫറുകൾ, പിന്നെ അതേപോലെ ചവിട്ടികളുടെ ഓഫർ. അപ്പൊ എപ്പോഴും നമ്മുടെ വീടുകളിൽ നിന്ന് മാത്രമല്ല മറ്റുള്ള സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഈ ബഡാ ബസാറിന്റെ ഈ ഒരു ഓഫർ. മാത്രമല്ല എപ്പോൾ പോയി വന്നു കഴിഞ്ഞാലും വളരെ സിമ്പിൾ ആയിട്ടുള്ള വിലയിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സാധനങ്ങൾ ബഡാ ബസാർ നമുക്ക് സമ്മാനിക്കുന്നു അല്ലേ? പിന്നെ ഇന്ന് സ്ഥാപനം ഉണ്ടായിരുന്നോ അതോ? ഞാൻ അവിടെ അവിടേക്ക് പർച്ചേസിന് വേണ്ടി ഇറങ്ങി. ഇനി ഓണത്തിന് അങ്ങനെ ലീവ് ഉണ്ടോ? അങ്ങനെ ലീവില്ല, ഞാൻ തന്നെ നടത്തുകയാണ്. സ്വന്തമായിട്ടുള്ള സാധനം. വേറെ ആൾ ഷെയർ ഉണ്ട്, നടത്തുന്നു. ഒരുപാട് സ്റ്റാഫ് ഒക്കെ ഉണ്ടോ? സ്റ്റാഫ് 12 പേര്. 12 പേരുണ്ടോ? അപ്പം ചില സ്ഥാപനമല്ല, വലിയൊരു തെറാപ്പി ഒക്കെ ഉണ്ട്. 4 തെറാപ്പിസ്റ്റ്, 2 ഡോക്ടർമാര്, പിന്നെ സ്റ്റാഫുകളെല്ലാം കൂടി 12 പേരുണ്ട്. ശരി. അപ്പൊ ഒരു കുസൃതി ചോദ്യം. ബഡാ ബസാറിന്റെ ഒരു ഓണം ബഡ ഓഫറുകളുടെ ഒരു സമ്മാന പെരുമഴയുടെ കൂടെ തന്നെ ഒരു ചെറിയ കുസൃതി ചോദ്യം ഉത്തരം പറയുകയാണെങ്കിൽ ബഡാ ബസാർ നൽകുന്ന സമ്മാനമുണ്ട്. അപ്പൊ ചോദ്യം ഞാൻ പറയുന്നു, ഉത്തരം നൽകുകയാണെങ്കിൽ സമ്മാനം തരാം. ചോദ്യം ഇതാണ്: കണക്കിലെ 2 ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ്? കണക്കിലെ 2 ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യം പുള്ളി കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. ഏതായാലും ആലോചിക്കട്ടെ. നമുക്കൊരു ഓഫർ ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നു. ഇത് LED ക്യൂബ് 99 രൂപയാണ് കേട്ടോ. 1 വർഷം ഗ്യാരണ്ടി. ഞാൻ തമാശ പറയില്ല. ഇനി നമുക്ക് അടുത്ത ഓഫർ. ഡബിൾ മുണ്ട് 245 രൂപ. ഡബിൾ മുണ്ട് 245 രൂപയാണ്. ഇനി വരും. ടീഷർട്ടിന് 49 രൂപയ്ക്ക് ടീഷർട്ട് നമുക്ക് എവിടെയും കിട്ടുമോ? ഇല്ല. ഒരു ടീഷർട്ട് വാങ്ങണമെങ്കിൽ ഇത് 100 രൂപ എന്തായാലും കൊടുക്കണ്ടേ? അതേപോലെ തന്നെ ഷാളിന് 39 രൂപയുടെ ഷാളുകളാണ് കേട്ടോ. 39 രൂപേൻ്റെ അടിപൊളി ഷാളുകളാണ്. ഇങ്ങനെ പിരിച്ചിട്ടോ നോക്കണ്ട, നല്ല നീളമുണ്ട്, നല്ല ഉഷാർ ഷാൾ. ഇത് ജെൻസിന്റെ ടീഷർട്ട് അല്ലേ? ജെൻസിന്റെ ടീഷർട്ടാണ് ഇത്. 89 രൂപ അല്ലേ? 89 രൂപ ആണ്. ഓണം ഒരുമിച്ചൊരു ഓണം ഭയങ്കര ഓഫറാണ്. ഇനി നമ്മൾ LED ബൾബിൻ്റെ അടുത്തേക്ക് പോവാം. LED ബൾബിൻ്റെ വില 39 രൂപയാണ് കേട്ടോ. LED ബൾബിന് 39 രൂപയാണ് ഓഫർ. ഇനി ഈ ഒരു സാധനം ബക്കറ്റ് മോപ്പാണ്. ബക്കറ്റ് മോപ്പ് അതിൻ്റെ ഓഫർ 599 രൂപേൻ്റെ ഓഫർ 399 രൂപ മാത്രം. ഓക്കെ. ഇനി വന്നിട്ട് ഇതാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ. അത്തർ, നല്ല സുഗന്ധങ്ങൾ പരത്തുന്ന ഒരു 4 വാങ്ങിച്ചു കൊണ്ടോ വെറും 99 രൂപയുള്ളൂ. ഓക്കെ. അടുത്തത് ദോശ തവ അല്ല, ദോശ തവ ഓഫർ 199 രൂപയാണ്. ഇനി നമുക്ക് പ്ലാസ്റ്റിക് കസേരകളുണ്ട് ഇവിടെ. പേര് പറയൂ. ജിൻസി. എന്താ ചെയ്യുന്നത്? ബിടെക് സ്റ്റുഡന്റ്. ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടോ? ഇല്ല, ഇടയ്ക്ക് വരാറുണ്ട്. അമ്മ വരാറുണ്ട്. ശരി. ഒരു ചോദ്യം ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം. ബഡാ ബസാർ നൽകുന്ന സമ്മാനമാണ്. കണക്കിലെ 2 ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നത്. കണക്കിലെ മാത്സിലെ കണക്കിലെ 2 ശരീരഭാഗങ്ങൾ. പേര് പറഞ്ഞു. ജിൻസി ചേച്ചി ഏറ്റവും പെട്ടെന്ന് അതിനൊരു ഉത്തരം നൽകിയിരിക്കുകയാണ്. ഒരു കൺഫ്യൂഷൻ ആയില്ല. അമ്മ സമ്മാനം അടിച്ച് ഓണത്തിനൊരു വന്നിറങ്ങിയുള്ളൂ. ഞാനിങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങിയുള്ളൂ. അപ്പോഴത്തേക്ക് എനിക്ക് സമ്മാനം കിട്ടിയല്ലോ. 1/2 കാൽ എന്നാണ് ചേച്ചി പറഞ്ഞത്. ജിൻസി ചേച്ചിക്ക് നല്ലൊരു സമ്മാനം വാങ്ങിച്ചോളൂ. കണക്കിലെ 2 ശരീരഭാഗം, 1/2 കാൽ. ശരി ഉത്തരം, സമ്മാനം. ഓക്കെ, ഹാപ്പി അല്ലേ? വെൽക്കം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിച്ചു. ഇനി പ്ലാസ്റ്റിക് കസേരയ്ക്കുള്ള ഓഫർ ഞാൻ പറയാം. 199 രൂപയാണ് പ്ലാസ്റ്റിക് കസേരന്റെ ഓഫർ. പിന്നെ അതേപോലെ തന്നെ സൗദി മാറ്റിന് 50 രൂപ ഓഫർ എന്ന് പറയുന്നത് സ്ക്വയർ ഫീറ്റിന് 50 രൂപയാണ് കേട്ടോ. അത് മറന്നുകൊണ്ട്
ഓക്കെ, ഇനി വീണ്ടും നമ്മൾ ഈ ഓഫറുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ ലുങ്കിക്ക് 69 രൂപയാണ് ലുങ്കിക്ക് വില കേട്ടോ. 69 രൂപയാണ് ലുങ്കിക്ക് വില വരുന്നത്. ലുങ്കി ഇനി നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചവിട്ടിയുണ്ട്. ചവിട്ടിക്ക് 199 രൂപയാണ്. ചവിട്ടിക്ക് 199 രൂപ 6 എണ്ണത്തിനാണ് കേട്ടോ. 6 എണ്ണം. ഞാൻ ഈ ഓഫർ നോക്കിയിട്ട് പറയാം കേട്ടോ. 6 എണ്ണത്തിന് 199 രൂപയാണ്. പില്ലോ കവർ 4 എണ്ണം 99 രൂപയാണ്. പില്ലോ കവർ 4 എണ്ണത്തിന് 99 രൂപയാണ്. ലുങ്കിയുടെ ഓഫർ നമ്മൾ പറഞ്ഞു. ചൂലിൻ്റെ ഈ ചൂലാണ് നമുക്ക് 49 രൂപയ്ക്കുള്ള ചൂല്. എന്ന് പറഞ്ഞത് എൻ്റെ പേര് തോമസ് എന്നാണ്. തോമസ് ചേട്ടൻ മുണ്ട് മേടിക്കാൻ വേണ്ടി വന്നു. എന്തോ വിശേഷ പരിപാടി? ഓണത്തിന് അങ്ങനെ നിങ്ങളുടെ കുടുംബശ്രീയിലെ പരിപാടികളല്ല, കുടുംബശ്രീ അതന്നെ കുടുംബത്തിൽ എന്തെങ്കിലും വിശേഷം അധികം മുണ്ട് തന്നെയാണ് യൂസ് ചെയ്യാറ് അല്ലേ? സാധാരണ നമ്മളിപ്പോ 249 രൂപേന്റെ ഒരു ഓഫർ ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞില്ലേ? നമ്മൾ സാധാരണ തോമസ് ചേട്ടൻ വാങ്ങുന്ന ഒരു ഡബിൾ മുണ്ടിന് എന്ത് വില വരാം? വളരെ കുറവാണ്. നമുക്ക് ഒരു 500 രൂപേന്റെ അടുത്ത് വരും. മോനാണോ? അവന് വേണ്ടിയിട്ടാ. അത് ശരി, നിനക്ക് വേണ്ടിയിട്ടാണല്ലേ? എൻ്റെ ഒരു അച്ഛൻ ചെയ്തു തരുന്നത്, പർച്ചേസ് ചെയ്തു തരുന്നത്. മകന്റെ ഇഷ്ടമുള്ള ഒരു എന്തോ ഓണത്തിന്റെ പരിപാടി ഉണ്ടോ അല്ലേ? അപ്പം അവന് ഒരു മുണ്ടെടുക്കാൻ താല്പര്യം വരുമ്പോൾ നമ്മളങ്ങനെ മുണ്ടെടുക്കാറില്ല, നമ്മളെപ്പോലുള്ള ആൾക്കാരല്ലേ? അച്ഛനെപ്പോഴും മുണ്ടാണ്. അപ്പോൾ അച്ഛൻ്റെ ഒരു ഇഷ്ടം മകൻ മുണ്ടെടുത്ത് കാണണം. അത് നല്ല കരയുള്ള മുണ്ട്. ഇപ്പം നല്ല ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട്. പേര് പറഞ്ഞില്ല. ആശിഷ്. എന്ത് ചെയ്യുന്ന? പഠിക്കാം. എവിടെ? +1 കോരങ്ങാട് സ്കൂൾ. അപ്പോൾ കോരങ്ങാട് സ്കൂളിൽ ഓണപരിപാടി കഴിഞ്ഞില്ലേ? ട്യൂഷൻസ് ഉണ്ട്. ശരി. തോമസ് ചേട്ടാ പഠിക്കാൻ എടുക്കണല്ലേ? എന്താണ് ഇദ്ദേഹത്തിന്റെ അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ വീട്ടു ജോലി ചെയ്യുന്നു, ഹൗസ് വൈഫാണ്. ശരി, ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, രസകരമായിട്ടുള്ള കുസൃതി ചോദ്യം. ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനമുണ്ട്. സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എപ്പോഴാണ്? കുടുങ്ങുന്നില്ല, ഞാൻ കുടുങ്ങില്ല. സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എപ്പോഴാണ്? നമ്മളോടൊപ്പം ഗ്രീഷ്മ സിസ്റ്റർ ചേരുന്നുണ്ട്. ഞാൻ എന്തായാലും അങ്ങ് കുടുങ്ങി, ഞാൻ പിടിക്കും. പിന്നോട്ട് നടക്കാറില്ല. സ്ത്രീകൾ പിന്നോട്ട് തോമസ് ചേട്ടൻ പറയുന്ന സ്ത്രീകൾ പിന്നോട്ട് നടക്കാറില്ല. അപ്പൊ സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് ഒരു ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത്. എന്ത് ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത്? കിച്ചൺ വർക്കൊക്കെ ചെയ്യുമ്പോഴായിരിക്കും. കിച്ചൺ വർക്ക്, അടുക്കളയിൽ ഉള്ള വർക്കൊക്കെ ചെയ്യുമ്പോഴായിരിക്കും. അങ്ങനെയാണ് തോമസ് ചേട്ടൻ പറയുന്നത്. കിച്ചൺ വർക്ക് ചെയ്യുമ്പോൾ, അടുക്കളയിലുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നതാണ്. നമസ്കാരം. ഒരു പേര് പറയൂ. പേര് പറഞ്ഞാൽ മതി, പേടിക്കുന്നില്ല. നിങ്ങളെ പേര് ഇങ്ങോട്ട് ഒരു സമ്മാനം തരാൻ വേണ്ടിട്ടാണ് പേര് പറഞ്ഞത്. മോൻ ഉഷേച്ചിന്റെ മോനാണോ? ഇവിടെ വരൂ, കാണട്ടെ. പേര് എത്രാം ക്ലാസ് പഠിക്കുന്നു? ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം തരും. ബിഡാബസാറിന്റെ ഒരു സമ്മാനമാണ്. ചോദ്യം ഇതാണ്: ഒരു ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത്. എന്ത് ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത്? സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എപ്പോഴാണ്? ഒരു അമ്മമാരാണ്, സ്ത്രീകളാണ്, അതുകൊണ്ടൊരു ചോദ്യം. ഒരു കണ്ണട ഇട്ടിട്ടുള്ള ഒരു ഇത്താത്ത അവിടെ ഇരുന്നിട്ട് കണ്ണുരുട്ടി പേടിപ്പിക്കുന്നുണ്ട്. ഞാനിങ്ങനെ നോക്കട്ടെ ഏതായിരിക്കും ജോലി. നോക്കാം, നമുക്കിങ്ങനെ ചോദിച്ചു പോവാം. ഇല്ല, എന്നാ ഒന്ന് പേര് പറയൂ. മനോജേട്ട എവിടെയാ താമസം? ഓടക്കുന്നു. ചേച്ചിയുടെ പേരെന്താ? ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്തൊക്കെ വാങ്ങി? ഷർട്ടൊക്കെ വാങ്ങിച്ചോ? ഇല്ല. മാറ്റ് വാങ്ങി. ഓഫറാണ്? ഇല്ല. ശരി, ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയാണെങ്കിൽ സമ്മാനമുണ്ട്. ചോദ്യം ഇതാണ്: ഒരു ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത്. സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എപ്പോഴാണ്? ഒരു ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത്. എന്ത് ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത്? ചേച്ചി നോക്കിയിട്ട് ഞാനവിടെ പിന്നോട്ട് നടക്കുന്നതൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. എന്ത് ജോലിയാണ് കൊണ്ടുവരണം എന്നുള്ളത് എനിക്കറിയില്ല. അല്ലേ ചേട്ടാ? ഒന്ന് ആലോചിക്കേ. ഞാൻ ഇവിടെ നിന്ന് പോയി നോക്കാം. ഒരു നമസ്കാരം തട്ടെ. പേര്? റീനേച്ചി. എന്തുണ്ട് വിശേഷം? എന്താ പർച്ചേസ് ചെയ്തത്? ഇല്ലല്ലോ, പോകല്ലേ, നിങ്ങളെ വിടൂല അങ്ങനെ. കുടുങ്ങി പറ. മാല പർച്ചേസ് ചെയ്തു. നിങ്ങളെ പേരെന്താ? അനീഷ. നിങ്ങളെ മുഖമൊക്കെ മാസ്ക് ഇട്ടാലും ഫാൻസി ടൈപ്പ്. എന്താ സ്പ്രേ ഒക്കെ വാങ്ങിച്ചോ? അത് 4 എണ്ണത്തിന്റെ ഓഫർ ഉണ്ടായിരുന്നല്ലോ. അതറിഞ്ഞില്ല. ഇവിടെ ഉണ്ട് 4 എണ്ണത്തിന് 99 രൂപയല്ലേ ഉള്ളൂ. എവിടെ ഒരു ഓഫർ ഉണ്ട്? ഇവിടെ 4 എണ്ണത്തിന് 99 രൂപയുള്ളൂ ഈ അത്ര വില. അപ്പോ സ്ത്രീകൾ
പിന്നോട്ട് നടക്കുന്നത് എപ്പോഴാണ്? ഒരു ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത്. എന്ത് ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത്? നിങ്ങളുടെ പേരെന്ന് പറയുന്നത്? പേര് രജിത. എവിടെയാ താമസിക്കുന്നത്? പരപ്പമ്പോരി. എന്താ ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ മെസ്സിലാണ്. ഇപ്പൊ എന്തായാലും പറയും. സ്ത്രീകൾ ഒരു ജോലി ചെയ്യുമ്പോഴാണ് പിന്നോട്ട് നടക്കുന്നത്. എന്ത് ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത്? കുസൃതി ചോദ്യമാണ്, പക്ഷെ ഇതൊരു ചോദ്യമാണ്, അതിന് നല്ലൊരു ഉത്തരവും. പിന്നോട്ട് നടക്കുന്നത് എന്തായാലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ വളഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണല്ലോ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ഒരു ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത്. എന്ത് ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത്? അറിയില്ല. ഓഫർ ഉണ്ട് കേട്ടോ, നല്ല ഓഫർ ഉണ്ട്, കുറഞ്ഞ ഓഫറാണ്. അതിന്റെ പേര് പറയും. പേരില്ല, പേരൊന്നും പറയും. അമ്മ കറക്റ്റ്. ഇത് ഞങ്ങളെ കാണാൻ ഒരാളോ. പേര് പറഞ്ഞോളി. പേര്. ഓണത്തിനൊന്ന് പരിപാടി ഉണ്ടായിരുന്നോ സ്വാതിക്ക്? എവിടെ, എന്താ പഠിക്കണേ? ജിടെക്. ഓക്കെ. അമ്മക്ക് ജോലി ഉണ്ടോ? ഫർണിച്ചർ ഷോപ്പ്. ഏത് ഫർണിച്ചർ ഷോപ്പ്? വാവാട്. പൂവ് നാളെ വീട്ടിലേക്ക് ഇടാൻ വേണ്ടി അവിടെയുള്ള പൂവ് പെറുക്കി കൊണ്ടുപോകണോ? വാങ്ങിയതാണല്ലേ. ശരി. അച്ഛൻ എന്താ ചെയ്യുന്നത്? കാർപ്പൻ്റർ. ശരി. വേറെ ആരൊക്കെ ഉണ്ട് ഇയാളല്ലാതെ? വേറെ മോളും കൂടി ഉണ്ട്. മോള് പഠിക്കുന്നുണ്ട്. എവിടെയാ? നഴ്സിംഗ്. അപ്പൊ ചോദ്യം ഇതാണ്, രണ്ടുപേരും സ്ത്രീകളായതുകൊണ്ട് സ്ത്രീകളോട് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം. സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എപ്പോഴാണ്? ഒരു ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത്. എന്ത് ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത്? അമ്മ എന്റെ ജീവിതത്തിൽ പിന്നോട്ട് നടക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അല്ലേ? ഇല്ല. എന്തായിരിക്കും പണ്ടാരം എന്ന് വിചാരിക്കുക. എന്ത് പണ്ടാരം ചോദ്യമാണെന്ന് വിചാരിക്കും. അല്ലേ? അറിയില്ല. നാളെ ജിടെക്ക് ചെന്നിട്ട് ചോദിക്കട്ടോ, സാറേ ഞാൻ കണ്ടോട്ടെ, ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ കഷ്ടം. ഞങ്ങള് പേരെ നോക്കിയില്ല, ഓഫർ കിട്ടിയില്ല, നോക്കുന്നേ ഉള്ളൂ. ഒന്ന് പേര് പറഞ്ഞു. എന്താ ഒരു ദേഷ്യം പോലെ? ഒന്നുമില്ല, ഞങ്ങൾ ജസ്റ്റ് നോക്കുന്നേ. ഡ്രസ് നോക്കുമ്പോഴത്തേക്ക് ദേഷ്യം പിടിച്ചു. അതൊക്കെ കൂട്ടുകാരിയാ? നമ്മളൊക്കെ റിലേറ്റീവ്സ്. പിന്നെ ജോലി ഉണ്ട്. ഓക്കെ. എവിടെയാ ജോലി ചെയ്യണം? ഞാൻ എന്താ വെച്ചാല് ബൈഡാബ സാറിന്റെ ഒരു നല്ലൊരു സമ്മാനം തരാലോ എന്ന് വിചാരിച്ചിട്ടാ. ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു, ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം തരാം. മക്കൾ വരും, രണ്ടുപേരും ആരായാലും പറഞ്ഞാൽ ഉത്തരം. അതെ. എന്താ കുഞ്ഞാവിടെ പേരെന്താ? എന്താ, എത്രാം ക്ലാസ്സാ പഠിക്കണേ? 4. ഇയാളോ? 8ാം ക്ലാസ് പഠിക്കണം. ശരി. ചോദ്യം ഇതാണ്, സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എപ്പോഴാണ്? ഒരു ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത്. എന്ത് ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത്? അല്ല, മുന്നോട്ട് നടന്ന് തുടച്ചൂടെ? ഈ ഒരു ജോലി ചെയ്യുമ്പോൾ മാത്രമേ പിന്നോട്ട് നടക്കുള്ളൂ. അതിന് മുന്നോട്ട് നടന്ന് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ജോലിയാണ്. മുന്നോട്ട് നടന്നാൽ ചെയ്യാനേ പറ്റും. അല്ല അമ്മോ, ടയർ വിരിക്കാനായിട്ട്. പേര് പറഞ്ഞേ? താര ചേച്ചി. എവിടെയാ താമസിക്കണേ? എന്താ ജോലി ചെയ്യുന്നത്? താമരശ്ശേരി തന്നെ അല്ലെ? ടയർ പിരിക്കുമ്പോഴാണ് പിന്നോട്ട് നടക്കുന്നതെന്ന് പറഞ്ഞു. മുന്നോട്ട് നടന്നിട്ട് ജോലി ചെയ്യുന്നില്ലേ? ഈ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകൾ പിന്നോട്ട് മാത്രമേ നടക്കുള്ളൂ. പേര് പറയൂ. നന്ദന. പഠിക്കുന്നുണ്ട്. എവിടെയാ? ഞാൻ പഠിത്തം കഴിഞ്ഞു. കംപ്ലീറ്റ് നിർത്തി. നീ പഠിക്കുന്നില്ല. ശരി, നീ പഠിത്തം ഇതൊക്കെ പഠിക്കുന്നതല്ലേ? വേറെ ജോലി ചെയ്യണം, അതാണ്. ഇവിടെ അടുത്തെവിടെയാ താമസിക്കുന്നത്? താമരശ്ശേരിയാണോ? താരശ്ശേരിന്റെ വീടിനടുത്താ? താരച്ചേച്ചി അമ്മയാണോ? അത് ശരി, അതൊരു വലിയ താരം തന്നെയാ. അതെ. ശരി. അപ്പൊ ഈ മുറ്റടിക്കുമ്പോഴല്ല, മുന്നോട്ട് കടന്ന് മുറ്റടിക്കാറുണ്ട്. അപ്പോ ആരാ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുക? നമുക്കിങ്ങനെ ഇതെന്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്, നമ്മളെ നെയ്ബറാണ്. നേരത്തെ നമ്മൾ ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഹൃദ്യനെ ഞാൻ പരിചയപ്പെട്ടു. ഹൃദ്യക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായില്ലാത്തതുകൊണ്ടാണ്. ഒന്ന് പേര് പറഞ്ഞ നമ്മളെ പ്രേക്ഷകർക്ക് പരിചയപ്പെട്ടു. ഗിരീഷ്. എവിടെ ശരിക്കും സ്ഥലം, ജോലി ചെയ്യുന്ന എവിടെയാണെന്ന് പറഞ്ഞു? ഞാൻ വർക്ക് ചെയ്യുന്ന ഖത്തറില്. ഇദ്ദേഹം ഇതിനു മുമ്പ് ജോലി ചെയ്യുന്നതിന് മുമ്പേ തന്നെ നല്ലൊരു കർഷകനും കൂടിയാണ്, ക്ഷീരകർഷകനും കൂടിയായിരുന്നു. ഇവരെ ഫാമിലി ആയിട്ടും ക്ഷീരകർഷകരാണ്, ഒരു കർഷകനാണ്. പിന്നെ ഈ ഓഫറൊക്കെ കിട്ടി കണ്ടപ്പോൾ പോന്നാ അല്ലേ? വന്നിട്ട് കുറെ ദിവസം? 2 ദിവസമായിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ഓണത്തിന് ഇവിടെ അടിച്ചു പൊളിക്കണം അല്ലേ? എല്ലാരും വന്നിട്ടുണ്ട്. അവിടെ പോയോ? ഹൃദയന്റെ വീട്ടിൽ പോയോ? ഇല്ല. അപ്പൊ ചോദ്യം ഇതാണ്, സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എപ്പോഴാണ്? ഒരു ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത്. എന്ത് ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത്?
അതെ, അങ്ങനെ ഒരു ജോലി ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ജോലി ഉണ്ട്. ഇന്ന് അവിടെ 2-3 സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്ന ഒരു ജോലി ചെയ്യുമ്പോഴാണെന്ന് ഞാൻ പറഞ്ഞു. എന്ത് ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത്? ഞാറ് നടുമ്പോഴാണ്. ഞാറ് നടുന്ന ഒരു ജോലി സ്ത്രീകൾ പിന്നോട്ട് നടന്ന് മാത്രമേ ജോലി ചെയ്യുള്ളൂ. മുന്നോട്ട് നടന്നിട്ട് അത് ചെയ്യാൻ പറ്റില്ല. ശരി ഉത്തരത്തിന് നല്ലൊരു സമ്മാനമുണ്ട്. ബഡാ ബസാറിന്റെ മനോഹരമായിട്ടുള്ള സമ്മാനം. ഇത് മോളല്ലേ? മോളല്ലേ? എന്തൊരു ദേഷ്യായിരുന്നു പറയും. ചോദ്യം ചോദിക്കാനേ പറ്റൂലേ. ഒരു നല്ല കയ്യടി കൊടുക്കണേ. വാങ്ങടാ വാങ്ങ. അടിപൊളി, താങ്ക് യു. ഇനി ഒരുപാട് ചോദ്യങ്ങളുണ്ട്, നമുക്കിങ്ങനെ ചോദിക്കാം. ഒരുപാട് കസ്റ്റമർ വരുന്നുണ്ട്, നമുക്കിങ്ങനെ ചോദിച്ചു പോവാം. ഒരു ഓഫറുകൾ, ഈ ക്രോപ്പ് ടോപ്പ് എന്ന് പറയുന്നൊരു സംഭവം ലേഡീസിൻ്റെ ആണേ. ഇതിൻ്റെ ഓഫർ 99 രൂപയാണ് കേട്ടോ. ക്രോപ്പ് ടോപ്പിന് 99 രൂപ. ഡബിൾ മുണ്ട് 245 രൂപ ഞാൻ നേരത്തെ പറഞ്ഞു. ഡബിൾ മുണ്ടിൻ്റെ ഓഫറാണ്. ഇനി നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പിന് ഒരു വില നാം പറയാനുണ്ട്. അതിനു മുമ്പേ പ്ലാസ്റ്റിക് സ്റ്റൂളിൻ്റെ വില എത്രയാണ്? 99 രൂപ. എന്തൊക്കെയുണ്ട് വിശേഷം? പേര് പറഞ്ഞേ. കീർത്തന. പേര് എന്നാ? പ്രജിത. ഓണത്തിന് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ആവശ്യം കംഫേർട്ട് ആയിട്ടുള്ളത് ചുരിദാർ ടോപ്പുകളാണ് അല്ലേ? ടോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പാൻറ് തപ്പി നടക്കണതാണ് അവരുടെ സ്ഥിരം ജോലി. പ്രത്യേകിച്ച് നിങ്ങൾ സ്ത്രീകളായതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അറിയാം. അപ്പം ചോദിക്കുന്നത്, ടോപ്പ് എത്ര രൂപ മുതൽ നമുക്ക് ഇവിടെ കിട്ടും? 295 മുതൽ അങ്ങോട്ട്. 295 ആണോ 99 ആണോ? 5 രൂപ മുതൽ ഇവിടെ പിന്നെ ടോപ്പ് അല്ലേ സ്റ്റാർട്ടിങ് ആണ്. അതിന് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ കൂടുതലുണ്ട്. അപ്പം നമുക്ക് ടോപ്പ് അല്ലാതെ അതിന്റെ പാൻറ് സെറ്റ് ആയിട്ടുണ്ട്. അതിനെന്താ വില? അത് 900 ഉണ്ട്, 1000 ഉണ്ട്, പിന്നെ അതിൽ 500 സംതിങ്. അപ്പം ഒരു ആൾക്ക് വേണ്ട, അതായത് ഒരു സ്ത്രീകൾക്ക് വേണ്ട, അല്ലെങ്കിൽ കുറഞ്ഞതുകൊണ്ട് കൂടുതലുണ്ട്. അപ്പൊ അവർക്ക് ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. അപ്പൊ അതിനനുസരിച്ചുള്ള താഴെ പാൻസ് ഒക്കെ വരുമ്പോൾ അതിന്റെ തുണികളാണോ ഇവിടുന്ന് കൊടുക്കുക, അതോ അതിന്റെ റെഡിമെയ്ഡ് അല്ലേ? അതുകൊണ്ടാവും. അപ്പം നമ്മൾ ടോപ്പ് മാത്രമല്ല, അതിന്റെ പാൻറ്റും ഇവിടെ അവൈലബിൾ ആണ്. ഓണത്തിന് മാത്രമല്ല, മറ്റ് വിശേഷ ദിവസങ്ങളിലും നമ്മൾ വീട്ടിലെ അതിഥികൾ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ വീട്ടിലെ പാത്രങ്ങളാണ്. നല്ലൊരു കുക്കിങ്ങിന് പാത്രങ്ങൾ ആവശ്യമുണ്ട്. ഇത് ക്രോക്കറി സെക്ഷനാണേ, ക്രോക്കറിയുടെ സെക്ഷനാണ്. അപ്പം ഇവിടെ ചെറിയ ഡപ്പ മുതൽ വലിയ പാത്രങ്ങൾ വരെ സുലഭമായിട്ട് വളരെ വിലക്കുറവിൽ കിട്ടുന്ന ഒരു ഭാഗമാണ്. ബഡാ ബസാറിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ളൊരു ഷോറൂമാണ് ബഡാ ബസാറിൽ. ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഉണ്ടാവും എന്ന് പറയുന്നത് സത്യമാണ്, വാസ്തവമാണ്. പിന്നെ നമുക്ക് നോക്കാം, കുറച്ച് പർച്ചേസ് ചെയ്യാൻ ചേച്ചിമാരുണ്ട്. അത് 20-ൻ്റെയാണ്, നല്ല വിലക്കുറവാണ്. പേരൊന്ന് പറയൂ. ശ്രീലത ചേച്ചി എന്താ ചെയ്യുന്നത്? ഷോപ്പിലാണ്. അപ്പൊ വേറെ ആരൊക്കെ വന്നിട്ട് കൂടെ? ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ജോലി ചെയ്യുന്നുണ്ടോ ഇവിടെ? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം പറയുകയാണെങ്കിൽ ബഡാ ബസാറിന്റെ ഒരു സമ്മാനം. ചോദ്യം ഇതാണ്, പിന്നെ മാരേജിന് മുമ്പ് ഡിവോഴ്സ് വരുന്ന സ്ഥലം എവിടെയാണ്? മാരേജിന് മുമ്പ് ഡിവോഴ്സ് വരുന്നത് എവിടെയാണ്? കേരളം തന്നെ. മാരേജിന് മുമ്പ് ഡിവോഴ്സ് വരുന്നത് എവിടെയാണ് എന്നുള്ളതാണ്. പേരെന്താ? ഇയാളെയാ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3. ഏത് സ്കൂളിലാണ്? കൂടത്തായിലോ? ഇയാളോ? എത്രയില്? 8. ശരി. ആരാ കൂടെ വന്നേ? ഉമ്മച്ചി ഏടണ്ട്? ആടണ്ട്? നമുക്ക് അങ്ങോട്ട് പോവാ. ഇനി വീണ്ടും ക്രോക്കറിന്റെ മറ്റൊരു ഭാഗം. നമസ്കാരം. അമ്മയല്ലേ? സെലീന ചേച്ചി ഹൗസ് വൈഫാണ് അല്ലേ? ജോലി ചെയ്യുന്നു? ഇയാളോ? ഇല്ല. ആദ്യം ചെയ്തിരുന്നോ? അന്വേഷിച്ചോണ്ടിരിക്കുക. ജോലി കിട്ടിയാ ചെയ്യും. ശരി. ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സ് ആരൊക്കെ? എന്താ പേര്? ഷിൻഡോ. എവിടെയാ ശരിക്കും നിങ്ങൾ താമസിക്കുന്നത്? ഇവിടെ അടുത്തുണ്ട്. അപ്പൊ എന്താ പർച്ചേസ് ചെയ്തത്? ഓഫറുകളൊക്കെ പർച്ചേസ് ചെയ്തോ? ഇതൊരു മറ്റേ നെറ്റം പിടിച്ചിരിക്കുന്നുണ്ടല്ലോ, മറ്റേ ചായ. അതാണ് ആകെ പ്രശ്നം. മറ്റൊക്കെ ഓട്ടായി പോയിട്ടല്ലോ, പുതിയൊന്നും മേടിക്കാൻ പറ്റും. എത്ര പൈസ? 20 രൂപ? ഇല്ല. സിനിമ കാണാറുണ്ടോ? ഏറ്റവും ഇഷ്ടമുള്ള നടന ഏതാ? ഓക്കെ, ശരി. ഒരു ചോദ്യം ചോദിക്കുന്നു, ബഡാ ബസാറിന് നല്ല സമ്മാനം തരുന്നു. ചോദ്യം ഇതാണ്, മാരേജിന് മുമ്പ് ഡിവോഴ്സ് വരുന്ന സ്ഥലം എവിടെയാണ്?
പെട്ടല്ലേ ജാങ്കോ, ഞാൻ പെട്ടു. അടുത്ത ആളെ നോക്കാം. ബസാറിന്റെ ഒരുപാട് ഓഫറുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് സത്യമാണ്. ഇത് ഞാൻ ചുമ്മാ ഈ ബഡാ ബസാറിന്റെ എന്താ പറയുക ഹൈപ്പിന് വേണ്ടിയിട്ട് പറയുന്നതല്ല. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഓഫറുകൾ എത്രത്തോളം കൃത്യമാണെന്നും. വളരെ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ബഡാ ബസാർ ഈ ബഡാ ഓഫറിൽ നിങ്ങൾക്ക് തരുന്നത്. മറക്കണ്ട, ഈ ഓണത്തിൻ്റെ കുറഞ്ഞ ദിവസങ്ങളിൽ മാത്രമേ ഈ ഓഫറുകൾ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഓഫറുകൾ കഴിയുന്നതും നിങ്ങൾ കരസ്ഥമാക്കാൻ നോക്കണം. ഓഫറുകൾ തീർന്നിട്ട് പിന്നെ പറയാനിരിക്കരുത്. മറ്റൊരു പ്രത്യേക കാര്യം കൂടി പറയാനുള്ളത്, ഈ ഒരു സെക്ഷൻ നമ്മൾ വീണ്ടും പരിചയപ്പെടുത്തുന്നു. ഇത് ഫുട്വെയർ സെക്ഷനാണ്. അതിൻ്റെ അപ്പുറത്ത് ബാഗ് ഉണ്ട്. പിന്നെ ബാഗിൽ ഓഫർ ഉണ്ട് കേട്ടോ, മറന്നുകൊണ്ട. അതേപോലെ തന്നെ മുറത്തിനും ഉണ്ട് ഓഫർ. നമ്മൾ അടുക്കളയിൽ കൈകാര്യം ചെയ്യുന്ന കാര്യമാണ് മുറത്തിന് ഓഫറുകളുണ്ട്. പിന്നെ ബാക്കി മറ്റുള്ള ഓഫറുകളൊക്കെ നമ്മൾ പറഞ്ഞു. എന്തായാലും ഒരു ഓണത്തിന് വീട്ടിൽ എല്ലാ കാര്യങ്ങളും മേടിക്കണമല്ലോ. അപ്പം മേടിക്കുന്ന സമയത്ത് അത് ബഡാ ബസാറിൽ തന്നെ ആയിക്കഴിഞ്ഞാൽ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള ഷോപ്പുകളിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ട് വരുന്നില്ല. ഓണത്തിൻ്റെ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെ ബഡാ ബസാറിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പം മറക്കണ്ട, ഈ ഓണം ബഡാ ബസാറിനോടൊപ്പം നിങ്ങൾ ചെലവഴിക്കൂ.